കാലാനുസൃതമായ മാറ്റങ്ങൾ ശബരിമലയിലും അനിവാര്യമെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ. അനാചാരങ്ങൾ ഒഴിവാക്കി ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഭക്തർക്ക് ഗുണകരമാകുമെങ്കിൽ നടപ്പാക്കാം. ഭക്തപ്രിയനാണ് അയ്യപ്പൻ. അച്ഛൻ്റെ വഴിയെ അയ്യപ്പ പൂജയ്ക്ക് നിയോഗം ലഭിച്ചതിൽ സന്തോഷവാനെന്ന മകൻ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനും അമൃത വാർത്തകളോട് പറഞ്ഞു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അമൃത TV പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഒപ്പം തന്ത്രി കൂടിയായ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനും നമുക്കൊപ്പം ഉണ്ട്. ആദ്യം രാജീവരിലേക്ക് തന്നെ ചേരുകയാണ്. ഇത്തവണ സുഖകരമായ ദർശനത്തിലേക്ക് രണ്ടാം ദിനം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുഖം ദർശനം എല്ലാവർക്കും ദർശനം ലഭിക്കുന്നു. സുഖകരമായ ദർശനം, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു തീർത്ഥാടന കാലം മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ സമയക്രമം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഗുണപ്രദമായി മാറിയിരിക്കുന്നു എന്ന് പൊതുവെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് ആചാരപരമായി എന്തെങ്കിലും അതുമായി ബന്ധമുണ്ടോ, അതോ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്താണോ? അതിന് ആചാരപരമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സമയം ദീർഘിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് ഭക്തരുടെ സൗകര്യം അനുസരിച്ച് തന്നെയാണ് കുറച്ച് നമ്മൾ നീട്ടി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ് പൂജാക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല. അതാത് കൃത്യമായ സമയത്ത് തന്നെ പൂജ നടക്കുന്നുണ്ട്. ഭക്തജനങ്ങൾ തൊഴുതിട്ട് വരണം. ഭക്തപ്രിയനാണ് അയ്യപ്പൻ. ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തവണത്തെ ഈ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. പല പൂജാക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല എന്ന് തന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ഈ ഒരു പരിഷ്കാരങ്ങൾ മീൻസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന രീതികൾ, ദേവസ്വം ബോർഡ് പല ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്തരുടെ ഒരു സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോപ്പ് വേ പോലുള്ള കാര്യങ്ങളുടെ ഒരു ഗുണകരമായ എത്രത്തോളം പ്രയോജനപ്രദമാകും അത്? റോപ്പ് ഒക്കെ വരേണ്ട കാലം അതിക്രമിച്ചു. വൈഷ്ണവദേവി ക്ഷേത്രം നോക്കണം, നമ്മുടെ പഴനി നോക്കണം, റോപ്പ് വേ ഉണ്ട്, അവിടെ ബിഞ്ചുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന്. ഇവിടെ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലാതെ റോപ്പ് വേ ഒക്കെ വരേണ്ട കാലം അതിക്രമിച്ചു. മനുഷ്യനെ ചുമക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും ഇവിടെ. അത് കഴിയുന്നത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് മറ്റൊന്ന്, ഇരുമുടിക്കെട്ടാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനം. ഇരുമുടിക്കെട്ട് ഏന്തി ഭക്തർ വരുന്നു. അപ്പോൾ ഈ ഇരുമുടിക്കെട്ടിൽ പല കാര്യങ്ങളും കൊണ്ടുവരുന്ന ശബരിമലയിൽ ഗുണത്തേക്കാളേറെ ദോഷമായി മാറുകയാണ്. പ്രത്യേകിച്ച് പൊങ്കാവനം മലിനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇരുമുടിക്കെട്ടിൽ കൃത്യമായി എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് തന്ത്രി? ഇരുമുടിക്കെട്ടിൻ്റെ രണ്ട് ഭാഗമാണ്. ഒന്ന് പിൻകെട്ട്, ഒന്ന് മുൻകെട്ട്. മുൻകെട്ടെന്ന് പറഞ്ഞാൽ അയ്യപ്പന് വേണ്ട നിവേദ്യങ്ങൾ, മാളികപ്പുറത്തേക്ക് വേണ്ട സാധനങ്ങൾ, ഇതൊക്കെയാണ് മുൻകെട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിൻകെട്ടിൽ ഈ വരുന്ന വഴിക്ക് പഴയ കാലത്ത് നടന്നു വരുമായിരുന്നു. അപ്പോൾ ഇടത്താവളത്തിൽ നിന്ന് അവിടെ ഭക്ഷണം വെച്ച് താമസിച്ച് കഴിക്കാനുള്ള സൗകര്യത്തിന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് പിൻകെട്ടിൽ. ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ആരും നടന്ന് പാചകം ചെയ്തൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് പിൻകെട്ട് അരി മാത്രം കൊണ്ടുവന്നാൽ മതിയാകും. മുൻകെട്ടിൽ നമുക്ക് അയ്യപ്പന് വേണ്ട നിവേദ്യം, നെയ്ത്തേങ്ങ, നാളികേരം, ശർക്കര, കദളിപ്പഴം, കാണിപ്പന്, ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ അവലെ, മലര്, പിന്നെ പനിനീര്, ഇതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. കർപ്പൂരം, ഇതെല്ലാം പ്ലാസ്റ്റിക് കൂടിനകത്താണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അവലും മലരും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല സ്ഥലത്തു നിന്ന് വരുന്നതല്ലേ, അത് എന്തെങ്കിലും പൂത്താണോ മറ്റാണോ ഒന്നും അറിയില്ല, അത് ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ഈ വരുന്നവർ ഇത് കൊണ്ടുവന്ന് അവലും മലരൊക്കെ നിവേദ്യം നടത്തി കൊണ്ടുപോകണം. അതല്ലാതെ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് ദയവ് ചെയ്ത് പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞത്. ഈ പനിനീര്, കർപ്പൂരം, ചന്ദനത്തിരി കമ്പൽസറി ഒഴിവാക്കേണ്ടതാണ്. ചില ആചാരങ്ങൾ എന്നതിനേക്കാൾ ഉപരി ചില അനാചാരങ്ങൾ അരങ്ങേറുകയാണ്. അതായത് മാളികപ്പുറത്ത് ഈ പട്ട് ശ്രീകോവിലിന് മുകളിലേക്ക് എറിയുക, ഇത്തരത്തിലുള്ള ചില അനാചാരങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് തുടർന്ന് വരികയാണ് പിന്നാലെ വരുന്ന ആളുകൾ. അയ്യോ, അത് വളരെയധികം കൂടി വരുവാണ് അനാചാരങ്ങൾ. ഒന്നാമത് പമ്പയിൽ തുണി വലിച്ചെറിയുന്നു. അത് വളരെ ഒരു ദുരാചാരമാണ്. പുണ്യനദിയാണ് ഈ പമ്പ നദി എന്ന് പറയുന്നത്. അവിടെ മലിനപ്പെടുത്താതിരിക്കാൻ നോക്കേണ്ടതാണ് ഓരോ ഭക്തൻ. തുണിയൊന്നും അവിടെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഒരു ആചാരമേ ഇല്ല. രണ്ട്, വരുന്ന വഴിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇതും ഒരു ദുരാചാരമാണ്. അങ്ങനൊരു ആചാരം ഒന്നും ശാസ്ത്രീയമായിട്ടുള്ളതൊന്നുമല്ല. പിന്നെ മാളികപ്പുറത്ത് ആ ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞൾപ്പൊടി വിതറുന്നു, മണിമണ്ഡപത്തിൽ ഭസ്മം കൊണ്ട് വിതറുന്നു, പട്ട് ആകാശത്തേക്ക് എറിയുന്നു, നാളികേരം ഉരുട്ടുന്നു. ഇതൊന്നും ഒരു ആചാരത്തിൽ വരുന്നതല്ല. ആരോ തുടക്കി വെച്ച് വീണ്ടും വരുന്നവരൊക്കെ അന്ധമായിട്ട് അനുകരിക്കുക. അതെല്ലാം ഒഴിവാക്കുക തന്നെ വേണം. അതെ, 41 ദിവസത്തെ മണ്ഡലവ്രതം നോറ്റാണ് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ഭക്തരെത്തുന്നത്. വ്രതനിഷ്ഠയുടെ ഒരു പുണ്യം പേറിയാണ് ഭക്തരെത്തുന്നത്. പക്ഷേ പലപ്പോഴും ഈ വ്രതചര്യകൾ പാലിക്കുന്നതിൽ നിന്നും ചിലർ പിന്നോട്ട് പോകുന്ന, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ആ ഒരു രീതി, തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അത് കൃത്യമായി പാലിച്ചു വരുന്നുണ്ട്. മലയാളികൾക്കിടയിൽ ഇത് അല്പം പിന്നാക്കം പോകുന്നതായി തോന്നുന്നുണ്ടോ? വ്രതശുദ്ധിയോടുകൂടി തന്നെ വരേണ്ടതാണ്. എങ്കിലേ നമുക്ക് കൃത്യമായ സായുജ്യം കിട്ടുള്ളൂ തീർത്ഥാടനത്തിൻ്റെ.
41 ദിവസത്തെ വ്രതമെടുത്ത് 18ാം പടി കയറി വരുമ്പോൾ നമുക്ക് കാണാം തത്വമസി എന്നുള്ളത്. ആ ഒരു നിർവൃതിയിലെത്തണമെങ്കിൽ ഞാനും നീയും ഒന്നാണെന്നുള്ളൊരു ബോധം എത്തണമെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി തന്നെ വരണം. അതല്ലാതെ പലരും വരുന്നുണ്ടായിരിക്കാം, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ശരിയല്ല. നിങ്ങൾക്ക് ഉദ്ദേശം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി തന്നെ വരണം. ഭക്തിയോടൊപ്പം ശുദ്ധിയും ഏറ്റവും പ്രധാനമാണ്. ഭക്തിയോടൊപ്പം ശുദ്ധി ഏറ്റവും പ്രധാനമാണ്, വൃത്തി. അതെ. ഈ മണ്ഡലപൂജ മകരവിളക്കുത്സവം, ഈ മണ്ഡല മകരവിളക്കുത്സവമാണ് അയ്യപ്പൻ്റെ ശബരിമലയിൽ ഏറ്റവും പ്രധാനം. പക്ഷേ ഇപ്പോൾ മാസപൂജയ്ക്കും ഈ പറയുന്ന പോലെ തിരക്കേറി വരുന്ന ഒരു കാഴ്ച നേരത്തെ മലയാളികൾ അപൂർവമായി വന്നുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ഭക്തരും കൂടുതലായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും മാസപൂജയ്ക്ക് തിരക്കേറുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് നട മുഴുവൻ സമയം അല്ലെങ്കിൽ നിത്യപൂജയിലേക്ക് പോകണമെന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരു സാധ്യത? അങ്ങനൊരു സാധ്യതയില്ല. മാസപൂജയ്ക്ക് പറയുന്ന പോലെ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ മാസം കുറച്ച് അഭൂതപൂർവമായ തിരക്കുണ്ടായിരുന്നു. കാരണം ഈ മാധ്യമത്തിലൊക്കെ വാർത്ത വന്നല്ലോ, നിയന്ത്രണങ്ങളുണ്ട്, 80,000 പേരേ ഉള്ളൂ വരുന്നതെന്നൊക്കെ. അത് കണ്ടപ്പോൾ ജനങ്ങൾ കൂടുതൽ വന്ന് മാസപൂജയ്ക്ക് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വന്ന ഒരു തിരക്കേ ഉള്ളൂ തുലാമാസത്തിലെ മാസപൂജയ്ക്ക്. ബാക്കി മാസങ്ങളിലൊക്കെ വളരെ കുറവാണ് വരുന്നത്. ഈ പറയുന്ന പോലെ തിരക്കൊന്നുമില്ല. പിന്നെ കൂടാതെ ഉത്സവകാലത്ത് 10 ദിവസം തുറക്കുന്നു. അപ്പോഴൊന്നും വഴിപാടുകാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അല്ലാതെ ജനങ്ങളില്ല. വിഷുവിന് 10 ദിവസം തുറക്കുന്നുണ്ട്. ആ സമയത്ത് വിഷുവിൻ്റെ ആ 2 ദിവസത്തെ തിരക്കേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളിലൊന്നും തിരക്കില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അപ്പം പിന്നെ നമുക്കത് കൂടുതൽ തുറന്നു വെച്ചിട്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നുമാണ് തന്ത്രിയായി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ മകനും അഭിഭാഷകനിൽ നിന്നും തന്ത്രി അച്ഛൻ്റെ പാത പിന്തുടർന്നെത്തുകയാണ്. അത് മുമ്പ് കുടുംബത്തിൽ ഒരുപാട് പേരുള്ളപ്പോൾ ഞാൻ കുറച്ച് ജോലിക്ക് പോയിരുന്നു. അപ്പം പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളത് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അങ്ങനെ തിരിച്ച് വന്നതാണ്. മകനും അതുപോലെ തന്നെ അവനറിയാം, അവൻ്റെ ഒരു യോഗം ഇതുണ്ട്, എന്നാലും തിരിച്ച് ഇവിടെ എത്തിയേ പറ്റുള്ളതുകൊണ്ട് കുറച്ച് നാളൊക്കെ ജോലി ചെയ്ത് ലോകം എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ പിന്നാലെ ഈ ഒരു പാതയിലേക്ക് എത്തുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെയധികം സന്തോഷമാണുള്ളത്. അതിലേറെ അച്ഛൻ്റെ കൂടെ ഇവിടെ ഇരിക്കാൻ കഴിയുന്നു, അച്ഛൻ്റെ കൂടെ തന്നെ അയ്യപ്പനെ സേവിക്കാൻ കഴിയുന്നു. അതൊരു ശരിക്കൊരു ഭാഗ്യവും ഒരു പുണ്യവും തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നു. നിയമം പഠിച്ചതുപോലെ മന്ത്രങ്ങളും പഠിച്ചു? തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ അതും ഉണ്ടായിരുന്നു. അതും അച്ഛൻ തന്നെയാണ് എനിക്ക് ആദ്യത്തെ ഇതെല്ലാം പറഞ്ഞു തന്നതൊക്കെ. ആഗ്രഹം തന്നെയായിരുന്നു ഈ പൂജാ വഴിയിലേക്ക്? യെസ്, ഡെഫിനറ്റ്ലി. അത് പക്ഷേ കാലക്രമേണ എത്താമെന്നായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വന്നു ചേർന്നു. അതിലൂടെ പാരലലി അല്ലാത്ത എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്തു. അച്ഛൻ തെളിച്ച വഴിയിലൂടെ തന്ത്രവിദ്യയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു നിയോഗമായി കരുതുകയാണ് കണ്ഠര് ബ്രഹ്മദത്തനും. ഒപ്പം തന്നെ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അയ്യപ്പൻ്റെ പൂങ്കാവനം സംരക്ഷിക്കണമെന്നുമാണ് തന്ത്രി കണ്ഠര് രാജീവരും പറയുന്നത്. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.